ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കബാബിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ആൾക്കാർ ചോദിച്ച ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷേ ഇത് ലോങ് വീഡിയോ ആയിട്ട് തന്നെ വേണമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞതുകൊണ്ട് ഈ ഒരു രീതിയിൽ എടുത്തതുകൊണ്ട് പിന്നെ നമ്മളതങ്ങനെ ഇടുന്നതെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ റെസിപ്പി ഉണ്ട്, നല്ലൊരു സോസ് ഉണ്ട്, എങ്ങനെ ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം, കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കാം, അങ്ങനെയുള്ള എല്ലാ സംശയവും കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഞാൻ ബ്രസ്റ്റ് പീസ് ഇതുപോലെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് അരഞ്ഞ പോലെ ഈ ഒരു മിക്സിയിലാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും കറക്റ്റ് കാണിക്കാത്തത് നമ്മൾ എടുത്ത് വെച്ചത് അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് നല്ല ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം നല്ലോണം വറ്റിയിട്ടുണ്ടാവണേ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ അത് മാറ്റി വെച്ചതിന് ശേഷം ഇതേ മിക്സിയിലോട്ട് നമ്മളിതാ കുറച്ച് സവാള, അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ക്യാപ്സിക്കം, അതിൻ്റെ സീഡെല്ലാം കളഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു 6-7 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പാഴ്സലി ലീഫാണ് ഇട്ടത്. പാഴ്സലി ലീഫ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, അല്ലെങ്കിൽ മല്ലിയില ചേർക്കുക. അപ്പോൾ അതൊരു കൈപ്പിടിയോളം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽ മുളക് 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒറിഗാനോ ആണ് ഇടുന്നത്, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1.5 ടീസ്പൂണോളം ചെറിയ ജീരകപ്പൊടിയാണ്. പിന്നെ അത് കാഷ്നട്ട് പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വിനീഗറാണ് ചേർക്കുന്നത്. അത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർക്കുന്നത്. അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു മിക്സിയാണ് കേട്ടോ. ഈ ഒരു മിക്സി ഉണ്ടെങ്കിൽ നമുക്ക് സവാള പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ ഇതുപോലത്തെ അരച്ചെടുക്കുന്ന പോലത്തെ ആണെങ്കിൽ അങ്ങനെയും ചേർത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അത് ലിങ്ക് എങ്ങനെയാണ് ഇതിൽ ചേർക്കേണ്ടതെന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കാം. ഇനി നമ്മളിത് നന്നായി അരിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, അതും ഇതിലേക്കിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഫുള്ള് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊക്കെ ഒരു വലിയ ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഫുള്ളായിട്ട് ഒഴിവാക്കണം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് കടലപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ കടലപ്പൊടി 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഷേപ്പാക്കാൻ നമ്മളിതാ സ്റ്റിക്കെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നമ്മളെ കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ഇതിലോട്ട് ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മുടെ വിരലിൻ്റെ അടയാളം പോലെ അങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് അധികം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രീസറിൽ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ പാത്രത്തിൽ പ്ലേറ്റിൽ ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം സ്റ്റിക്കായി വന്ന സമയത്ത് ഇതുപോലത്തെ സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് വെക്കും. അപ്പോൾ നമ്മൾ ഇതിന്ന് ഇളകി വരില്ല. ഇത് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇപ്പോൾ റംസാൻ മാസമൊക്കെ വരുന്നതല്ലേ, നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നമ്മളെ ഈ നോമ്പ് കഴിയുമ്പോഴും നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാം. അത്ര നല്ലൊന്നും കേട് വരില്ല കേട്ടോ. നമ്മൾ ടൈറ്റായിട്ടുള്ള ഒരു കവറിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം ആദ്യം എന്താ പറയുക, ഐസ് പോലെ ആയ സമയത്ത്, ഫ്രീസ് ആയ സമയത്താണ് ഇതുപോലെ കവറിലാക്കിയിട്ട് വെക്കേണ്ടത്. ഇനി നമ്മൾ ഇത് ഓരോ ഡിഷാക്കുന്ന സമയത്ത് നമ്മൾക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കവറാണ് ആക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ ഒരു 8 പീസ് 9 പീസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ സോസും കാര്യവും എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ബദാമാണ് എടുത്തത്. അണ്ടിപ്പരിപ്പ്, നമ്മൾ കാഷ്നട്ട് ഉണ്ടല്ലോ, അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതൊരു 10 പീസ് എടുത്തിട്ടുണ്ട്. അത് നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമ്മൾ വെളുത്തുള്ളി 4 അല്ലി എടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം ഒന്ന് ചുട്ടെടുത്തതാണ്. ഇത് ഞാനിവിടെ റെഡ് ക്യാപ്സിക്കമാണ് എടുത്തത്. നമ്മൾ സോസിന് ഒരു നല്ല റെഡ് കളർ വരാൻ ഈ ഒരു ക്യാപ്സിക്കം എടുത്തത്. അപ്പോൾ അതും എടുത്ത് നന്നായി അരച്ചിട്ട് ഉണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ചീസാണ്. ഈ ഒരു ക്യൂബ് ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലൂസായിട്ടുള്ള ചീസായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കുക. 2 ക്യൂബ് മതിയാവും. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സോസും റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇനി നമ്മുടെ കബാബ് ഇതാ ഫ്രീസറിൽ നിന്നൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് എയർ ഫ്രൈ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഇതാ എയർ ഫ്രൈയിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾക്കത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ കബാബ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കബാബാണ്. ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സോസിൽ മുക്കി ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. നമ്മൾ എന്താ സാൻഡ്വിച്ച് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരുപാട് റെസിപ്പി ഉണ്ട് കേട്ടോ ഇതിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന. കബാബെല്ലാം ഇതുപോലെ എയർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സമയത്ത് നമ്മളിതിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ് കിട്ടും. ഇത് നമ്മൾക്ക് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ കൊണ്ട് നല്ലൊരു സാൻഡ്വിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ചപ്പാത്തിയിലോ റൊട്ടിയിലോ എങ്ങനെയെന്ന് വെച്ചാൽ അതിലോട്ട് കുറച്ച് ചീസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഇടുക, അല്ലെങ്കിൽ മയോനൈസ് ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് കുറച്ച് തക്കാളിയും സവാളയും ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഇത് ഇടുന്നത്. അപ്പോൾ ഈ ഒരു തക്കാളി സവാളയിലേക്ക് ഞാൻ ഉപ്പ്, ചെറുനാരങ്ങ നീര്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പാഴ്സലി ലീഫാണ് ഇടുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ അതിടാം. ഇനി നമ്മളിത് കബാബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കബാബ് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തഹീന പേസ്റ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി ഇത് നന്നായി ടൈറ്റായിട്ട് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പി നോക്കാം. ഇനി ഞാനിതാ ഈ ഒരു കബാബ് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാൻ പറ്റുന്നെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിത് ഗ്യാസിൽ ഇങ്ങനെ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ അത് ഇളകിപ്പോയി. അതുകൊണ്ട് ഞാനിതാ പാനിൽ ഇങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഒരു ഗ്രേവി ടൈപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ പാനിൽ കുറച്ച് ഓയിൽ ചേർത്തിട്ട് അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കാഷ്യൂനട്ട്, പിന്നെ മക്കാനാണ് ചേർക്കുന്നത്. പിന്നെ മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് വാടിയെടുക്കുന്ന പോലെ അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ചൂടാറിയ ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി സെയിം പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച ഈ ഒരു മിക്സ് തൊട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കബാബ് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നല്ലൊരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ചാർക്കോളിൽ കുറച്ച് ഓയിൽ വെച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ആണ് അത്രയും ടൈം മതിയാവും കേട്ടോ. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത് ജീരകപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുറച്ച് ഗരം മസാല 1 ടീസ്പൂണ് എല്ലാം മിക്സാക്കിയ ശേഷം അതിലോട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂണോളം തൈരും കൂടി ചേർത്തിട്ട് നന്നായി മിക്സാക്കി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഈ ഒരു കബാബ് സ്റ്റിക്ക് ഒഴിവാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നല്ല വെന്ത് റെഡിയായ സമയത്ത് നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കണം. നല്ല തിക്കായിട്ടുള്ള ക്രീമാണ് ഞാനിവിടെ യൂസ് ആക്കുന്നത്. അത് 1-2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ചീസ് ഉണ്ടെങ്കിൽ ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു നല്ല തിക്ക് ക്രീമി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രേവി തന്നെയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കസൂരി മേത്തിയും ബട്ടറും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ നമ്മളെ ഗ്രേവി റെഡിയായി. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയുടെ പത്തിരി, പൂരി, പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെ കൂടി കിടിലൻ കോമ്പിനേഷനായിരിക്കും. ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ വീഡിയോ റെസിപ്പിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് ചാനലിലുണ്ട്. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ഇതുപോലത്തെ ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ.